ഇന്ന് ലാലേട്ടൻ ഷാനവാസിന്റെ വീട്ടിൽ പോയി പറയടി, നീ നിന്നെ കെട്ടിയോൻ നിന്റെ മറ്റതാണ്, കെട്ടിയോൻ നിന്റെ കെട്ടിയോൻ അതാണ് ഇതാണ് എന്നൊക്കെ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചല്ലോ. അപ്പൊ അതിന് ലാലേട്ടൻ ഇന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ക്യാപ്റ്റൻസിയെ കുറിച്ച്, ബിന്നിയുടെ ക്യാപ്റ്റൻസി എങ്ങനെയായിരുന്നു, ബിന്നി ഇവിടെ മനസ്സിൽ വൈരാഗ്യം വെച്ചിട്ട് പെരുമാറുന്ന ഒരു ക്യാപ്റ്റൻ ആയിരുന്നുവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ആരുടെ ഭാഗത്താണ് ശരി. പിന്നെ ഷാനവാസിന് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് പ്രൊമോ ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാലോ ഷാനവാസിൻ്റെ ആ ഒരു വർത്തമാനത്തിൽ, പുള്ളിക്കാരൻ വർത്തമാനം പറയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും, ഇപ്പം അക്ബറിനോടാണെങ്കിലും ആരോടാണെങ്കിലും പുള്ളിക്കാരൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് വീട്ടിൽ പോയി പറ. അപ്പോൾ ഇതിന് ഈ വാക്കുകൾക്കും ഈ അഗ്രസീവ്നെസ്സിനൊക്കെ ഒരു വാണിംഗ് ബിഗ് ബോസ് കൊടുത്താണ്. ഒന്നല്ല 2 വാണിംഗ് എന്തോ കൊടുത്തതാന്ന് തോന്നുന്നു. ഏകദേശം വാണിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ റൂമിൽ പോയി കൊടുത്തിട്ടുണ്ട്, ഈ പ്രത്യേകിച്ച് ഫിസിക്കലി ആവുന്നതിൽ. അപ്പോൾ അക്ബർ ഇപ്പോൾ അധികം ഫിസിക്കലി അങ്ങനെ ആവുന്നില്ല. പക്ഷേ ഷാനവാസിൻ്റെ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കണം. കാരണം പറഞ്ഞാൽ ഷാനവാസ് ഇനി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പണി പാളും. കാരണം പറഞ്ഞാൽ ഇപ്പോൾ ലാലേട്ടൻ ഇത് വാണിംഗ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനിയും സംഭവിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഷാനവാസ് ഇങ്ങോട്ട് നോക്കിയേ, പറയുന്ന രീതി ഇനിയും ഷാനവാസ് പറയുന്ന രീതി ഇനിയും മാറ്റിയില്ലെങ്കിൽ കുറച്ചും കൂടി മാറ്റണം. അല്ലാതെ വീട്ടിലുള്ളവരോട് പോയി പറ, അല്ലെങ്കിൽ നിന്റെ കെട്ടിയോൻ ഇങ്ങനെയാണ്, ഇനി വേറെ ഏതെങ്കിലും റിലേഷൻസിനെ കൊണ്ടുവരാനുണ്ടോ? അപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ ബിന്നിയാണ് തുടക്കം ഇട്ടത്. നമുക്കൊരിക്കലും ഷാനവാസ് അല്ല തുടക്കം ഇട്ടത്, ബിന്നിയാണ് തുടക്കം ഇട്ടത്. ബിന്നി ഈ ഒരു അവരെ പോയി ചൊറിഞ്ഞ് എനിക്ക് എന്താണ് എന്നെ സ്മാർട്ട് ക്യാപ്റ്റൻ, നല്ല ക്യാപ്റ്റൻ എന്തോ വിളിക്കണം എന്ന് പറഞ്ഞു. അത് അനാവശ്യമായ ഒരു കാര്യമായിരുന്നു. ഇതിൽ ബിന്നി ഇടപെട്ടതും ലക്ഷ്മി ഇടപെട്ടതും രണ്ടും അനാവശ്യമാണ്. തുടങ്ങി വിട്ടത് അവരാണിത് ചെയ്തത്. അവരുടെ ഭാഗത്ത് വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ബിന്നിയുടെ ഭാഗത്തും. ആസ് എ ക്യാപ്റ്റൻ ഒരിക്കലും ഇങ്ങനെ ആൾക്കാരെ പൂട്ടിയിടാൻ പാടില്ല. അത് ക്യാപ്റ്റൻ തുറന്നു വിടുകയാണ് വേണ്ടത്, അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ക്യാപ്റ്റനാണെന്ന് പറഞ്ഞ് ഓവർ അധികാരം അതൊന്നും ആരോടും കാണിക്കണം. ക്യാപ്റ്റൻ വീട് നോക്കാൻ വന്നതാണ്, ഭരിക്കാൻ വന്നത് തന്നെ. പക്ഷേ ഭരിക്കുന്നത് എങ്ങനെയാണ്? വീട് നന്നായിട്ട് പോകുന്നതിനാണ്, വീടിൻ്റെ താളം തെറ്റിക്കാനല്ല പോകേണ്ടത്. സോ ഇവിടെ ബിന്നിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ബിന്നി അവിടെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് കളിച്ചിട്ടുണ്ട്, ശരിയാണ്, കളിച്ചിട്ടുണ്ട്. കാര്യം അനീഷിൻ്റെ കാര്യത്തിലാണത്. ഷാനവാസിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഷാനവാസായിട്ട് ശകല ഒരു ഇതുണ്ടായിരുന്നു. അന്നും ഷാനവാസ് ബിന്നിയുടെ ഹസ്ബൻഡിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ചൂലും വെച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞത് എപ്പിസോഡിൽ. പല കാര്യങ്ങളും കട്ട് ചെയ്ത് കളയുന്നുണ്ട് എപ്പിസോഡിൽ, എനിക്കറിയില്ല എന്താണെന്നുള്ളത് പലരുടെയും. അപ്പോൾ ഇവിടെ അതും കട്ട് ചെയ്ത് കളഞ്ഞു. ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ അന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ വേറെ കുറേ ആംഗ്യങ്ങളും കട്ട് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു, ഷാനവാസിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വഴക്കിൽ. കുറച്ച് ഗസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബിന്നി തെറ്റൊക്കെ, ആ ഒരു വഴക്കും ബിന്നിക്ക് ഇവിടെ ഷാനവാസിനുള്ള ദേഷ്യമുണ്ട്. അതുപോലെ തന്നെ ബിന്നിക്ക് അനീഷിനോടും ദേഷ്യമുണ്ട്. അത് അനീഷിൻ്റെ പുറകെ നടക്കുകയാണ് ക്യാപ്റ്റൻ ആയ ശേഷം. അനീഷ് എന്ന് പറഞ്ഞാൽ കിച്ചൺ ക്യാപ്റ്റൻ്റെ പുറകെ, അതായത് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ബിന്നിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഇതെന്താന്ന് പോലും അറിയാതെ, എന്താ നടന്നതെന്ന് പോലും അറിയാണ്ട് കയറി വന്ന് ലക്ഷ്മിയും ഇതിലിതാണ്. പക്ഷേ ഇവർ തമ്മിലുണ്ടായ വഴക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പറച്ചിൽ വളരെ ഡേർട്ടി ആയിപ്പോയി, ഭയങ്കര ഡേർട്ടി ആയിട്ട് പോയി. അപ്പോൾ ബിന്നി പറഞ്ഞായിരുന്നു നിങ്ങളുടെ വീട്ടിലുള്ളവരെ പോയി വിളിക്കാൻ പറഞ്ഞു, ബോഡിന്ന്. മനസ്സിലായില്ലേ? അപ്പം ഷാനവാസ് അവിടെ തിരിച്ച് വീട്ടിലുള്ളവരെയും പറയാൻ തുടങ്ങി. പിന്നെ മാവെടുത്ത് എറിഞ്ഞു. പക്ഷെ ഷാനവാസ് അവിടെ ബാക്കിയുള്ളവർ പറഞ്ഞേക്കണം ജസ്റ്റ് തവിയിൽ ഇങ്ങനെ കുടഞ്ഞപ്പോൾ ആയതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, മുഖത്തേക്ക് കോയത്തേനെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. കോരി ഇങ്ങനെ എറിഞ്ഞല്ല, കുത്തിയിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ ഷാനവാസ് ഭയങ്കര മാനിപ്പുലേറ്ററാണ്. അപ്പം ഇതൊക്കെ ഇന്ന് വീഡിയോയിൽ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുമായിരിക്കും. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറയരുത്, വഴക്ക് കൂടിക്കുക, പക്ഷേ ഇങ്ങനെയല്ല വഴക്ക് കൂടേണ്ടത്. ഒരിക്കലും ഞാൻ ഫസ്റ്റ് അല്ല പറഞ്ഞത്, ഷാനവാസ് പറഞ്ഞു. ഷാനവാസ് അത് ബിന്നിയാണ് ആദ്യം പറഞ്ഞത്, എൻ്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്കാൻ. കാര്യം വീട്ടിലുള്ളവരെ പോയി വിളിക്കാൻ അങ്ങനെ എന്തോന്നോ. പക്ഷേ ഷാനവാസ് അവർ 2 ചെയ്തെങ്കിൽ ഷാനവാസ് 100 ചെയ്തേക്കുന്നത്. അവർ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാനവാസ് 100 തെറ്റ് ചെയ്തിട്ടുണ്ട് വർത്തമാനത്തിലൂടെ. അതുപോലെ തന്നെ ഗസ്റ്റേഴ്സ് പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നത്. നിങ്ങൾ ലൈവിൽ കണ്ടല്ലോ, അനുവിൻ്റെ അടുത്ത് പോയിട്ട് പാത്രം കൊട്ടുക, പിന്നെ താൻ പോയി കുളിക്കണമെന്ന് അനു പറഞ്ഞു. അപ്പം ഈ പുള്ളിക്കാരൻ പറയണത് എന്നാൽ കുളിപ്പിച്ച് ലക്ഷ്മിയോട് എന്തോ ഒരു ഗസ്റ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നത്, എന്തോ മോശം ഗസ്റ്ററിനെ ജസ്റ്റ് കളിയാക്കാൻ വേണ്ടി കാണിച്ചത്, അത് ശരിയല്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ, അതൊക്കെ അനാവശ്യമാണ്. അത് ഇനി പുള്ളിക്കാരൻ ഈ ഒരു ആഴ്ചയാണ് തുടങ്ങിയത്. അത് എന്തിനാണെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. കാര്യം പുള്ളിക്കാരൻ്റെ ഗെയിം മൊത്തം കുളവാക്കുന്നത് ഈ സംഭവങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷേ ഗെയിം വൃത്തിയാവുന്നില്ല, ഗെയിമിനൊരു അഭംഗി. ഇതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഗെയിമിനെ കാട്ടി മുറച്ച് നിൽക്കുന്നത്. ഈ ഗോഷ്ഠികളും ഈ വർത്തമാനവും വായിൽ നിന്ന് വരുന്നതും ഒക്കെയാണ് കൂടുതൽ മുഴച്ച് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് ആവുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഇതെല്ലാം കളിച്ച് മര്യാദയ്ക്ക് കാര്യങ്ങളും പറഞ്ഞ് മര്യാദയ്ക്ക് മിണ്ടാതിരുന്നാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അതങ്ങനെ അല്ലല്ലോ, അങ്ങനെയല്ല. അപ്പോൾ ലാലേട്ടൻ ഇവിടെ നല്ല രീതിയിൽ ഉപദേശിക്കുന്നുണ്ട്, നല്ല രീതിയിൽ. ഒരാൾ പറഞ്ഞത് കൊണ്ട് തിരിച്ചു പറയണം എന്നാണെങ്കിൽ അത് ന്യായം ഞാൻ സ്വീകരിക്കില്ല.
ഷാനവാസ് എത്രയോ അധികം പ്രായമായ ഒരാളാണ്, ഫാമിലി ഉള്ള ഒരാളാണ്, ജീവിതം കണ്ട ആളാണ്. അപ്പോൾ ഷാനവാസിൻ്റെ വീട്ടിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? അപ്പോൾ ഷാനവാസ് അല്ലല്ല എൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല. അപ്പോൾ നിങ്ങളുടെ വീട് തന്നെയല്ലേ ഇതും? ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും ഇവിടെ ബാക്കിയുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ആ കാര്യത്തിനൊരു തീരുമാനമാവും. ഇനിയെങ്കിലും ഷാനവാസ് നല്ല രീതിയിൽ പോയാൽ ഷാനവാസിന് കൊള്ളാം, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. ഇനി കൂടുതൽ പ്രൊമോസ് വരുമെന്ന് അറിയില്ല. എല്ലാവരും എവിക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നോട് എല്ലാവരും വന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ മരിഞ്ഞാന്നേ ചോദിക്കുന്നുണ്ടായിരുന്നു എവിക്ഷൻ്റെ കാര്യം. ഞാൻ അറിഞ്ഞു, മരിഞ്ഞാന്നേ ഉച്ചയ്ക്ക് അറിഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇടുന്നില്ല അപ്ഡേറ്റ്സ് ഒന്നും, എവിക്ഷൻ അപ്ഡേറ്റ്സ് ഞാൻ ഇടലില്ല. അപ്പോൾ കുറേ പേര് ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് എവിക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് വർത്തമാനം പറയാം. ഓക്കെ, എവിക്ഷൻ കഴിഞ്ഞിട്ട് നിർണായകമായ ഒരു എവിക്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.